ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. അതിൽ നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസ്. നിലപാട് എന്താണെന്ന് അറിയില്ല. 10 പേരോട് ചോദിച്ചാൽ 10 അഭിപ്രായം പറയും. അപ്പോൾ അരുണുണ്ട് ദില്ലിയിൽ നമ്മളോടൊപ്പം. ശരി അരുൺ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ആലോചന? കോൺഗ്രസിൻ്റെ നിലപാടിനെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഏത് നിലയിലാണ് സമീപിക്കുന്നത്? കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഉയർന്നു, മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊതു സാഹചര്യങ്ങളെക്കുറിച്ച് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ശരത്തേട്ടൻ ആൻഡ് മനു. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് വലിയൊരു ആശയക്കുഴപ്പത്തിൽ തന്നെ തുടരുകയാണ്. ഇക്കാര്യത്തിൽ അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ക്ഷണക്കത്ത് ലഭിച്ചിട്ട് ഒരാഴ്ചയായിട്ടും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി അറിയിക്കാൻ കഴിയാത്തത് നേതാക്കളെയും കൃത്യമായ ആ ഒരു രീതിയിൽ അണികളെയും ഈ ഒരു ആശയക്കുഴപ്പത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു പരസ്യ പ്രസ്താവന വേണ്ട എന്നുള്ളതാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ള ഒരു തീരുമാനമെടുക്കുമെന്നുള്ളത് ഒരു നിർദ്ദേശവും അണികൾക്ക് അല്ലെങ്കിൽ കൂടാതെ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവനയുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഈ ഒരു നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ PCC അധ്യക്ഷന്മാരുടെ PCCകളിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിവാദം വ്യത്യസ്ത അഭിപ്രായം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നിർദ്ദേശവുമായി ഇപ്പോൾ AICC നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. കൂടാതെ ഇക്കാര്യത്തിൽ വലിയൊരു ചർച്ചയും ഇന്ത്യ മുന്നണിക്കകത്തും കൂടാതെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലും വരുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ജനുവരി 16 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുക. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാതിനിധ്യമുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയൊരു ചർച്ച അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലും ഇന്ത്യ മുന്നണിക്കുള്ളിലും ഉയർന്നു വരും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇതിലൊരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ മതനിരപേക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു ലേബൽ പൊളിയും എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഇപ്പോൾ തന്നെ വ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇതിലൊരു കൃത്യമായ ഒരു വിശദീകരണം നൽകിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ പാർട്ടി എന്നുള്ള ആ ഒരു ലേബലിന് കൃത്യമായ ഒരു വിള്ളൽ വീഴുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള അണികളും നേതാക്കളും പങ്കുവയ്ക്കുന്നത്. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കേരളം സന്ദർശിച്ച AICCയുടെ വക്താവ് ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണവും നൽകിയിരുന്നു. കാരണം മുന്നറിയിപ്പാണ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയത്. കാരണം ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ പ്രസ്താവന നൽകേണ്ടതില്ല. ഈ അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചത് അരുൺ. ഓക്കെ, അത് വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്.